ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ എടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഓരോരായിട്ട് തുടങ്ങാം. ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഇവിടെ പുളിയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ കുറച്ച് തിന്നാം. ഇത് ഒത്തിരി ഒന്നും ആരും തിന്നരുത്, കാരണം ഇതിൻ്റെ ഇത് ബ്ലഡ് ക്ലോട്ട് ആവാറുണ്ട്. കഴിച്ചോ, നമുക്ക് കഴിച്ചോ. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ സ്ഥാനത്തിലേക്ക് പോകാം. വെടി പറഞ്ഞാൽ പറിക്കട്ടെ, വെടി പറഞ്ഞാൽ പറിച്ചോട്ടെ. എടി, ഇതാണ് നമ്മുടെ കിഴക്കൂട്. ഇത് കുറെ വർഷമായിട്ട് ഞങ്ങൾ കിഴക്കൂട് ഈ ഫോട്ടോ എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് അങ്ങനെ എടുക്കാന്ന് വെച്ചു. ഇതിനകത്ത് കുറെ കിളികളുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്ഥാനം. ഇതെന്ത് വെച്ചാൽ നമ്മുടെ മുളകാണ്. ഇത് നിറച്ച് മുളകുണ്ട്, പല കളറിലുണ്ട്. ഒരെണ്ണം തിന്നു ഇങ്ങോട്ട്. ഞങ്ങൾ എപ്പോഴും ഇത് പറിച്ചു തിന്നാറുണ്ട്. ഓക്കെ, അത് തിന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥാനത്തിൽ. ഞാൻ കൊറേ വേണ്ട ഞങ്ങൾ ഇത് കഴിക്കാറുണ്ടായിരുന്നു. വീഡിയോട്ട് കയറി ആരും കാണാൻ ഞങ്ങൾ ഈ മുളക് വരച്ച് ഇല്ലായിരുന്നു. അപ്പൊ ഈ മുളക് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോ ഇന്നൊന്ന് പറിച്ച് ഞാൻ വെച്ചതാ. അപ്പത്തേക്കായി ഈ മുളക് ഇന്നപ്പോ ഇതിന്റെ ഇത് കഴിച്ചപ്പോ വേന വന്ന്. അപ്പൊ ഇത് നമ്മൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്, അല്ലാതെ ആരും ഇത് എടുത്ത് കഴിക്കരുത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത്. ഇതാണ് നമ്മുടെ പടവെള്ളം. അപ്പൊ അപ്പൂന്റെ വലിയ തോട്ടമാണ്. ഇത് നീണ്ടാൻ വേണ്ടിട്ട് ഇട്ടേക്കുവാണ്. അപ്പൊ കൊറേ ഉണ്ട് ഗൈസ്. 1 2 3 കല്ല് ഇത് ഭയങ്കര വെക്കും ഗൈസ്. ഞങ്ങൾ ഇത് കൊറേ കുറച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് എല്ലാരും. അപ്പൊ നമുക്കിപ്പൊ വെക്കേഷൻ ആണല്ലോ, അപ്പം ചില ചെടികളൊക്കെ നിങ്ങൾ തന്നെ നടാനൊക്കെ നോക്കുക. അപ്പൊ നമുക്കിനി അടുത്ത അവൾക്കറിയത്തില്ല. അവള് മുളക് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ്. ഇതൊരു പയറിന്റെ തോട്ടം. മറ്റേത് പടവലത്തിന്റെ തോട്ടമാണ്. ഇതൊരു പയറിന്റെ തോട്ടമാണ്. പയർ ഇപ്പൊ ഞങ്ങൾ പറിച്ചതേ ഉള്ളു. ഇപ്പൊ കുറച്ചൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതായതുകൊണ്ട് കുറച്ചേ ഉള്ളു. എന്നാലും 2 3 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ട് വേണ്ട വയസ്സ്. ഇത്രയും നീളം വെക്കും ഗൈസ് കേട്ടോ. ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ ഇത് നമ്മൾ അങ്ങോട്ട് പടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കുറെ ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാവരുടെയും വീട്ടിൽ ഇത് വേണ്ടതുമാണ്. നമ്മുടെ കൈയൊക്കെ പൊള്ളുമ്പോ നമ്മള് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം, ഇതിന്റെ പേര് എനിക്കറിഞ്ഞൂടാ. ഇതെടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് അവിടോട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളലൊക്കെ പോകും. എന്റെ ഇന്നാള് ഞാൻ അവിടെ ഉരുണ്ട് വീണപ്പോ എന്റെ ഈ കയ്യിലൊന്ന് തേച്ചായിരുന്നു. അപ്പം തന്നെ ഇത് പോയാല് എല്ലാ വലിയവർക്കൊക്കെ ഇത് എന്തുവാന്ന് അറിയായിരിക്കും. എനിക്ക് ഇതിന്റെ പേരറിയത്തില്ല. ഇതേണ്ട ബട്ടർഫ്ലൈ. കുഞ്ഞി ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇവിടെ എല്ലാം ബട്ടർഫ്ലൈസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ കൃഷി ഏകദേശം പൂർത്തിയാന്ന് പറയാം. ഇനി കുറച്ചുണ്ട് ഇവിടോട്ട്. നമുക്ക് അടുത്ത സ്ഥാനത്തിലേക്ക് പോകാം. അടുത്ത ഞങ്ങൾ ഇവിടെ കുറെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എടുത്ത്
ചാക്കിനകത്തൊക്കെ ഇട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഔഷധ ഗുണമായിട്ടുള്ള ഒരു ചെടിയാണ്, അതെല്ലാവരും വീട്ടിലുള്ളതാണ്. ഇവിടെ ഇത് പന്തലിച്ച് കിടക്കുവാണ് തറയില് ഫുള്ള്. ഞങ്ങൾ ഒരു ദിവസം പന്തൽ ഉണ്ടാക്കാന്ന് വെച്ചതാ. അപ്പത്തേക്ക് മുക്കൂറ്റി. മുക്കൂറ്റിയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല, അതല്ല ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാം. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ കുറേ തുളസി ഉണ്ട് ഇവിടെ. പിന്നെ കൃഷ്ണ തുളസി എന്ന് പറഞ്ഞൊരു തുളസി ഉണ്ട്. ആ തുളസി നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതെന്ത് ചെടിയാണ്? ഇത് എന്തോ ഒരു ചെടിയാണ്, ഇത് തന്നെ വളർന്ന ചെടിയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത ചെടി. ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയുടെ ചെറിയൊരു തൈ പോലെ ആയിട്ടുള്ളത് വെണ്ടയ്ക്കയാണ് ഗൈസ്. വെണ്ടയ്ക്ക. അപ്പൊ നമ്മളിത് കുറേ എടുത്തിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലതാണ് ഗൈസ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി വിഷമൊന്നും അടിക്കാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇതെല്ലാം. ഇത് ഉണങ്ങിപ്പോയ കുറച്ച് ചെടിയാണ് പൊടിയൊക്കെ ഉള്ള ചെടിയല്ല. ഗൈസ് ഇതാണ് നമ്മുടെ മൈലാഞ്ചി ചെടി. മൈലാഞ്ചി ചെടി അവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ട്. ഇത് അവിടെ നിന്ന് ഒരെണ്ണം ഒടിച്ചപ്പോ നല്ല കളർ വരും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട്, ഞങ്ങളുടെ ഫേവറേറ്റ്, ഞങ്ങൾക്ക് മൂന്നുപേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു മുട്ട ഇതിനകത്തൊന്നും കിട്ടിയായിരുന്നു. ഇത് അതിനകത്തൊന്നല്ല, വേറെ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഉണങ്ങി പോയതുകൊണ്ട് ഇത് ഞങ്ങൾ വേറെ നട്ടതാണ്. ഇതാണ് ഉണ്ട പോലത്തെ ഒരു മുളക്. നമ്മൾ കഴിക്കുന്നില്ല, ഇത് ഞങ്ങൾക്ക് പറ്റത്തില്ല. അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എരിവൊക്കെ ഉള്ളതാണ്. പോലെ തന്നെയാണ്, പക്ഷേ ഇത് ബജ്ജി മുളകാണ്. ഇത് ഞങ്ങളുടെ വെണ്ട എല്ലയാണ്. അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്, കൊറേ സ്ഥലത്തുണ്ട്. ഒരു വെണ്ട പൂത്ത് നിപ്പുണ്ട് ഗൈസ്. ഇവിടെയും ഉണ്ട് ഗൈസ് വെണ്ട, പക്ഷെ അവിടെ ഒന്നും ആയിട്ടില്ല. ഇത്രയാണ് ഉള്ളത്. ഇനി ഇവിടെ ഇതുകൊണ്ട് നല്ല അടിപൊളി ഫ്ലവർ ആണ്. ഇത് കടയിൽ വാങ്ങിച്ചു കേട്ടോ. കടയിൽ നിന്ന് തൈ വാങ്ങിച്ചിട്ട് ഇവിടെ നട്ടാണ്. ഇത്ര ഉള്ളായിരുന്നു, അത് അത്രയായി. ഇതൊരു തുള്ളി ഫ്ലവറേ ഉണ്ട്. ഇത് വളർന്നു വരുമ്പോ നമുക്ക് കൊറേ ഫ്ലവറുകൾ കിട്ടും. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വീടിന്റെ ഏറ്റവും മെയിൻ പാർട്ട്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇപ്പൊ കാണുമ്പോ തന്നെ വിചാരിക്കും ഒരു ചെടി 2 ചെടി വല്ലതും ആയിരിക്കും യോജിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണലാണ് നമുക്ക് ഇടും. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെയാണ് കളിക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് ഈ കൊക്കോ മരമാണ്. കൊക്കോ മരത്തിൽ കുറേ കായകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ വരുമ്പോൾ നമ്മളിടാം. പിന്നെ വേണ്ട കൊക്കോടെ ഇത് നമ്മുടെ കൊക്കോടെ പൂവാണ്. കൊക്കോ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതിപ്പം വലുതായിട്ടുണ്ട്, പഴുത്തിട്ടില്ല. പക്ഷെ പഴുക്കുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കൊക്കയുടെ പൂവ്. ഇത് നമ്മളിങ്ങനെ വലിച്ചോണ്ടിങ്ങനെ പോകത്തില്ലേ കളിക്കാതെ എപ്പോഴും. അപ്പൊ ഒരു വേറെ ഇതിന്റെ ഒരു സംഭവമാ ഞാൻ ഉണ്ടാക്കിയതാ. നമുക്ക് ഉണ്ടാക്കുന്ന കാണിച്ചതായി നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ കറക്റ്റ് സ്വഭാവം. അവൾ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരെണ്ണം നമ്മള് എടുത്തിട്ട് ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ ഒരെണ്ണം ബാക്കി എടുത്തിട്ട് നമ്മള് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, അതെടുത്തിട്ട് ഇങ്ങനെ അതിന്റെ മേളോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് ചാന്ന് പോയി. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ ഇതാണ് ജെയ്മിയുടെ പൊട്ടത്തരങ്ങൾ. എല്ലാരും കേട്ട് കാണും. എല്ലാരും നിങ്ങളോട് ക്ഷമിക്കുക. നമുക്ക് ഒരു പ്രാവ് പോലില്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലോട്ട്. ഇതാണ് നമ്മള് കിളികൾക്ക്, ഇവിടെ കുറെ കിളിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കിളികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങള്. വെള്ളം തീർന്നിട്ടില്ല, ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തത് പേരയ്ക്കയുടെ ഇലയ്ക്ക് എന്താ സ്മെല്ല്. പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ്. അപ്പൊ ഇതാ
അഞ്ചെട്ട് ചെമ്പരത്തി പോലത്തെ ഒരു ചെമ്പരത്തി. ഇതാണ് നമ്മുടെ ചെത്തിപ്പൂ. തേനുണ്ട് ഗൈസ്. ഇനി പിന്നെ അതിൻ്റെ തന്നെ റെഡ് കളറും ഉണ്ട്. ഇതിനകത്ത് ഈ ഒരു കായ ഉണ്ടല്ലോ, ഈ കായ ഒരു നല്ല എന്തോ സംഭവമാണ്. അത് എന്തോ ഒരു ചുമപ്പ് കളറിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മൈലാഞ്ചി പോലെയൊക്കെ ആക്കാൻ പറ്റും. ബട്ടർഫ്ലൈ ചെടി, ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ വളരുന്നുണ്ട്. ഇത് നമ്മുടെ വലുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ബട്ടർഫ്ലൈ ഇതിൻ്റെ മുട്ടൊക്കെ ഞങ്ങൾ ഒരെണ്ണം മറിച്ചായിരുന്നു ഗൈസ്. അത് പറിച്ചാൽ ഒരു ലവ് ഷേപ്പിൻ്റെ ഇത് വരും. ലവ് ഷേപ്പിൻ്റെ ഇത് പറിച്ചാൽ മതി. ഇത് പറിക്കല്ലേ നമ്മൾ, എന്നാലും നമ്മൾ പറിക്കല്ലേ, ഒരെണ്ണേ ഉള്ളു. അപ്പം ഗൈസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.